ഹായ് ഫ്രണ്ട്സ്, തൊലത്താണ്. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുതിയ വണ്ടിയെ കുറിച്ചാണ്. പുതിയ വണ്ടി എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവരും ഒരു പഴയ വണ്ടിയൊക്കെ ഒഴിവാക്കി ഇപ്പോൾ യൂസ് ചെയ്യുക എഞ്ചിനാണെങ്കിലും മറ്റേ പുതിയ വണ്ടി എടുക്കുമ്പം ആ ഒരു പുതിയയിലേക്ക് പോവാന്നുള്ള ഒരു സ്ട്രാറ്റജിയിലെ ആളുകളുണ്ട്. എന്ത് വന്നാലും പുതിയ വാങ്ങിക്കുക എന്നുള്ള. അതേമാതിരി ബുള്ളറ്റ് എടുക്കാത്ത ആളുകൾ പുതിയ വണ്ടി വണ്ടി കിട്ടാത്ത കൊണ്ട് തന്നെ ജെ സീരീസിലേക്ക് പോകുന്ന ആളുകളും ഉണ്ട്. അപ്പൊ എന്ത് തന്നെ ആയാലും അത് എടുക്കുന്ന ആളുകൾ എടുത്തതിന് ശേഷം ഉപയോഗിക്കുമ്പോഴും വാട്ടർ സർവീസ് ചെയ്യുമ്പോഴും, ഇനി അതല്ല നമ്മൾ ഗൾഫുകാരാണ് കൂടുതൽ ആൾ വണ്ടി എടുത്ത് 1-2 മാസം ഉപയോഗിക്കുമ്പോൾ കയറ്റിട്ട് അങ്ങ് പോകും. ആ സമയങ്ങളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത് കമ്പനി റെക്കമെൻഡഡ് കാര്യങ്ങളാണ്. കമ്പനി എങ്ങനെയാണോ ആ ഒരു വണ്ടിയെ എങ്ങനെ പരിപാലിക്കണം എന്നാണ് പറയുന്നതിനെ കുറിച്ചൊരു അത്യാവശ്യം ആ ഒരു കാര്യങ്ങളാണ് അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വണ്ടി എടുത്തിട്ട് അവസാനം വരെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും എത്ര ലോങ് നമ്മളൊരു ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് എത്ര ലക്ഷം കിലോമീറ്റർ ഓടണം എന്ന് തീരുമാനിക്കേണ്ടത് ആദ്യത്തെ 1000 കിലോമീറ്റർ ആണ്. അപ്പൊ എഞ്ചിന്റെ ഒരു ബ്രേക്കിംഗ് ടൈം പറഞ്ഞൊരു ടൈമുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾക്ക് പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യുക, ഹൈവേയിൽ കയറ്റിയായിട്ട് നല്ല രീതിയിൽ നല്ല ത്രോട്ടിലെടുത്ത് അങ്ങനെ ഓടിക്കുക എന്നീ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട്. ചില ആളുകൾ ഇപ്പൊ വല്ല വണ്ടി എടുത്ത് നേരെ ട്രിപ്പ് പോകും, അങ്ങനെയൊക്കെയാണ് ഒരു ആഗ്രഹമാണ്. ഒരു ആഗ്രഹത്തിനുള്ള വണ്ടി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്ന രീതി തന്നെയാണ് അതുണ്ടാവും. ഇപ്പൊ ഞാനായാലും അങ്ങനെ തന്നെയാകും ചെയ്യാം. അപ്പൊ ആദ്യം വണ്ടി എടുക്കുമ്പോൾ നമുക്കൊരു താല്പര്യം ഉണ്ടാവുമല്ലോ, ടൂർ പോവാ ട്രിപ്പ് പോവാന്നുള്ളതൊക്കെ. അപ്പൊ എന്ത് തന്നെ ആയാലും ആ ഒരു പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് ആ ബ്രേക്കിംഗ് ടൈം ആരും ശ്രദ്ധിക്കാതെ നമുക്കൊരു മാനുവൽ അതിന്റെ കൂടെ റോയൽ എൻഫീൽഡ് തരുന്നുണ്ട്. ശരിക്കും വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുക വണ്ടി എങ്ങനെ പരിപാലിക്കണം എന്നുള്ളത്. ആ രീതിയിൽ അവർ പറഞ്ഞ രീതിയിൽ പരിപാലിക്കാത്തത് കൊണ്ട് തന്നെയാണ് വണ്ടി കംപ്ലൈൻസ് വരുന്നത്. അപ്പൊ ഇപ്പോഴത്തെ വണ്ടികൾ റിലയബിലിറ്റിക്കിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്ന ഫീച്ചേഴ്സിനാണ്. നിങ്ങൾക്കറിയാലോ, ഏത് വണ്ടി ബൈക്ക് ആണെങ്കിലും കാറുകളാണെങ്കിലും ഏതൊരു വണ്ടിയാണെങ്കിലും ഇപ്പൊ റിലയബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്ന് തന്നെ പറയാം. അതിനൊന്നും പ്രാധാന്യമില്ല, ഫീച്ചേഴ്സിന് മാത്രം പ്രാധാന്യം. പഴയ വണ്ടികളൊക്കെയാണ് ആ ഒരു ക്വാളിറ്റിയിൽ ഇറക്കിയിരുന്നത്. ഇപ്പം ക്വാളിറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞല്ല. ആ രീതിയിലാണ് വണ്ടി. അപ്പൊ കോമ്പറ്റീഷൻ ആണല്ലോ. അപ്പൊ ഏത് വണ്ടി ലോങ് ടൈം ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകളൊന്നും ഇപ്പം അല്ല. ഒരു വണ്ടി ഇറങ്ങുമ്പോൾ കുറച്ചു കാലം ഉപയോഗിക്കും, ഫിനാൻസ് ഇടും, ഫിനാൻസ് ക്ലോസ് ആയി കഴിഞ്ഞാൽ അപ്പം പുതിയ വണ്ടി എടുക്കും, അങ്ങനെ തുടർന്നിങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കമ്പനിക്കും വലിയൊരു തലവേദന ഇല്ലാന്ന് തോന്നുന്നു ലെവലിറ്റിയെ സംബന്ധിച്ച്. അപ്പൊ ഏതായാലും പുതിയ മോഡൽ വരുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യും. ഇപ്പൊ പഴയ മോഡൽ ഔട്ടാവും. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ എന്ത് തന്നെ ആയാലും റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് പറയാനുള്ളത്, ഫസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ലാസ്റ്റ് 1000 കിലോമീറ്റർ 60-70 സ്പീഡിൽ മുകളിൽ പോവാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. 60-70 മുകളിൽ 60 സ്പീഡ് കീപ്പ് ചെയ്തുകൊണ്ട് 1000 500 കിലോമീറ്റർ നിർബന്ധമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. 1000 കിലോമീറ്റർ ആണെങ്കിലും 500 കിലോമീറ്റർ നിർബന്ധമായിട്ട് അത് ഫോളോ ചെയ്യുക. ഫസ്റ്റ് 500 കിലോമീറ്റർ ഒരു 60ന്റെ മുകളിലേക്ക് പോവാതെ വണ്ടി ഓടിക്കുക. കാരണം വണ്ടിന്റെ ആ ഒരു ബ്രേക്കിംഗ് ടൈം ആണത്. വണ്ടിന്റെ എല്ലാ ഭാഗങ്ങളും ശരിയായ രീതിയിൽ പുതിയ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ ക്ലിയറൻസ് ആയിട്ട് സീറ്റായിട്ട് വരാൻ, പ്രത്യേകിച്ച് പിസ്റ്റണിങ്സിനും ആണ് ഒരു പ്രശ്നം വരിക. ഈ പിസ്റ്റൺ ആ ഒരു റിങ്സ് സീറ്റ് ആവുക എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സംഗതി കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറയാം. പിന്നെ ഹോണിംഗ് ലൈനൊക്കെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു വീഡിയോ വേറെ പറയാം. ഞാൻ മൊത്തത്തിൽ ഒന്ന് ഉൾക്കൊള്ളിച്ച ഒരുപാട് ലെങ്തി ആയി ഇപ്പം വീഡിയോ. അപ്പൊ ആദ്യം നമ്മൾ 60 സ്പീഡിൽ നമ്മളൊരു 500 കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ മിനിമം 2 മിനിറ്റെങ്കിലും വണ്ടി ഐഡ്ലിങ്ങിൽ ഇടുക എന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. 2 മിനിറ്റെങ്കിലും വണ്ടി ഐഡ്ലിങ്ങിൽ ഇട്ട് ഓയിലൊക്കെ എല്ലാ സ്ഥലത്തും എത്തിയതിനു ശേഷം മാത്രം വണ്ടി എടുത്ത് പോവുക. അതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ, അതായത് ത്രോട്ടിൽ എന്താ പറയാ, ഒരു സ്ഥിരമായിട്ട് ഒരു സ്പീഡിൽ വണ്ടി നിലനിർത്തരുത്. ഒരു ത്രോട്ടിൽ കൊടുത്തിട്ട് 60 സ്പീഡിൽ ലോങ് ആയിട്ട് ഇങ്ങനെ ഓടരുത്. 10% അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് എപ്പം ത്രോട്ടിൽ കുറച്ചും കൂടിയും കുറച്ചും തന്നെ വണ്ടി ഓടിക്കാവൂ. അതായത് 10% ഡിഫറൻറ്റിൽ മാത്രം, അതായത് ഒറ്റ സ്ട്രെച്ചിൽ ഒരു 60 സ്പീഡിൽ തന്നെ അങ്ങനെ അതായത് ആക്സിലേറ്റർ പിടിച്ചിട്ട് ഒരേ സ്പീഡിൽ കുറേ ദൂരം ഓടരുത്. ഒരു ചെറിയൊരു വേരിയേഷൻ എപ്പോഴും കൊടുക്കണം. അതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. രണ്ടാമത്തെ സംഗതിയാണ്, 1 മണിക്കൂർ സ്ഥിരമായിട്ട് വണ്ടി ഓടുക എന്നുണ്ടെങ്കിൽ ബ്രീഫ് റെസ്റ്റ് കൊടുക്കണം. അതായത് ചെറിയ രീതിയിൽ ഒരു റെസ്റ്റ് വണ്ടി കൊടുക്കണം. ഒരു ചായ കുടിക്കുക, അല്ല കുറച്ചു നേരം ഇരിക്കുക ഒക്കെ ചെയ്യുക. ആ ഒരു റെസ്റ്റ് എടുക്കുന്ന രീതിയിൽ മാത്രം ഓരോ മണിക്കൂർ ഓടിച്ചിട്ട് വേണം
നിങ്ങൾ വണ്ടി ഓടിക്കുക. അത് പൊതുവായിട്ട് പഴയ വണ്ടികൾ 2 മണിക്കൂർ കൂടുമ്പോൾ 1/2 മണിക്കൂർ റെസ്റ്റ് കൊടുക്കണമെന്നുള്ളായിരുന്നു. എന്നാലും ശ്രദ്ധിക്കാതെ ഒറ്റ സെച്ചിൽ വണ്ടി അങ്ങ് ഓടുകയാണ്. ആ വണ്ടിക്കാണ് എഞ്ചിൻ വീക്ക് ആവുന്നുണ്ടല്ലോ, വണ്ടി നിൽക്കുന്നില്ലല്ലോ ഇപ്പോൾ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. 1 മണിക്കൂർ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ റെസ്റ്റ്, ഒരു ടീ റെസ്റ്റ് എന്നുള്ള റെസ്റ്റ് കൊടുക്കുക വണ്ടിക്ക്, എന്നിട്ട് വണ്ടി ഓടിക്കുക. ഇതാണ് വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓടിക്കുമ്പോൾ ചെറിയ രീതിയിൽ പറയുന്നെങ്കിൽ ആ പുതിയ വണ്ടി എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് 2 മിനിറ്റ് ഐഡ്ലിംഗ് ഇട്ട ശേഷം വണ്ടി ഓടിക്കുക എന്നുള്ളതും. അതേമാതിരി തുടർച്ചയായിട്ട് ഓടിക്കുന്ന ആളുകൾ 1 മണിക്കൂറിൽ കൂടുതൽ ഓടുന്ന ആൾ 1 മണിക്കൂർ ആകുമ്പോൾ ചെറിയ വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. വണ്ടി ഇപ്പോൾ 1000 കിലോമീറ്റർ കഴിഞ്ഞാൽ മാത്രമല്ല, അതിന്റെ ശേഷം ഒറ്റ സ്ട്രെച്ചിലൊന്നും വണ്ടി നട്ടുവെച്ച സമയങ്ങളിലൊന്നും വണ്ടി ഓടരുത്. മാക്സിമം ഒരു 1-2 മണിക്കൂർ ഓടിയാൽ തന്നെ വണ്ടിക്ക് റെസ്റ്റ് കൊടുത്ത് ഏകദേശം കൂളാക്കിയതിന് ശേഷം മാത്രമേ വണ്ടി പിന്നെ എടുത്ത് പോകാവൂ. ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി ലക്ഷങ്ങളോളം കിലോമീറ്റർ ഓടിക്കോളൂ കേട്ടോ, വലിയ പണിയൊന്നും വരാതെ. അത് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് വാട്ടർ സർവീസ് ചെയ്യാന്നുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലീനിങ്ങിന്റെ കാര്യങ്ങൾ. വാട്ടർ സർവീസ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കേണ്ട ആദ്യം തന്നെ കീ സ്ലോട്ട് ഉണ്ടല്ലോ, കീ ഊരി എടുത്തിട്ട് അതിന്റെ മുകളിൽ ഇൻസ്റ്റലേഷൻ ടേപ്പ് ചുറ്റുക, ഒട്ടിച്ച് വെക്കുക. അതുമാതിരി 2 ഹാൻഡിൽ ബാറിന്റെ സ്വിച്ച് ഒരു കവർ ഇട്ട് ടാപ്പ് ചെയ്ത് വെക്കുക. എന്തൊരു കവർ, പ്ലാസ്റ്റിക്കിന്റെ കവർ ഇട്ട് ചുറ്റി കൂട്ടി ടൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതേമാതിരി സൈലൻസർ ബാക്ക് ഒരു കവർ എടുത്തിട്ട് സൈലൻസറിന്റെ ഉള്ളിൽ ഒരിക്കലും പ്രഷർ വാഷ് ചെയ്യരുത്. മിക്കവാറും തുരുമ്പ് പിടിച്ച് ഹോളായി പോണ BS6 പുതിയ വണ്ടികളൊക്കെ സൈലൻസറിന്റെ വില എന്താ നിങ്ങൾ കേട്ടാ 10,000 വില. ഞങ്ങൾ മാറ്റി തരുന്ന ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോയൽ എൻഫീൽഡ് വാറണ്ടി കിട്ടില്ല. ആ ഒരു നമ്മളെ അശ്രദ്ധ കൊണ്ടുള്ള സംഗതിക്ക് റോയൽ എൻഫീൽഡ് വാറണ്ടി കിട്ടില്ല എന്നുള്ള വാറണ്ടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കച്ചറൊക്കെ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി വാങ്ങുന്ന ആളുകളുണ്ട്. ഏതായാലും ശ്രദ്ധിച്ചാൽ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യം നമുക്ക് വരില്ലല്ലോ. അതുകൊണ്ട് സൈലൻസർ വാട്ടർ സർവീസ് സമയത്ത് നിർബന്ധമായിട്ടും സൈലൻസറിന്റെ മൗത്ത് നിങ്ങളൊരു കവർ വെച്ച് കെട്ടി കൊടുക്കുക. പിന്നെ ഒരിക്കലും ഹൈ പ്രഷർ വാഷ് ഉപയോഗിച്ചിട്ട് ഒരിക്കലും പുതിയ മോഡൽ J-Series വണ്ടികളും കഴുകരുത്. വണ്ടി വെള്ളം ഒഴുക്കി കഴുകുക, ലോ പ്രഷറിൽ മാത്രം കഴുകുക. ഒരിക്കലും കവർ അയച്ചിട്ട് 2 ബാറ്ററി കവർ അയച്ചിട്ട് വാട്ടർ സർവീസ് ചെയ്യരുത്. പിന്നെ മയത്ത് വണ്ടി നിർത്തിടുമ്പോൾ നിർബന്ധമായിട്ടും ചെറിയ മയത്ത് നിർത്തുന്ന സമയത്ത് സെൻട്രൽ സ്റ്റാൻഡ് മാത്രം നിർത്തിയിടാം. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കഴുകി കളഞ്ഞ് ശരിക്കും ഡ്രൈ ആയതിനു ശേഷം മാത്രം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. ഓക്കെ, അപ്പം നമ്മളെ 2 കാര്യങ്ങൾ കവർ ചെയ്തു. ഇനി മൂന്നാമത്തെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വണ്ടി എടുത്ത് ഓടിക്കുമല്ലോ, ഓടിച്ചിട്ട് പോകുന്ന ആളുകൾ, ഗൾഫ് പോകുന്ന ആളുകളുണ്ടാവും. അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. നിർബന്ധമായിട്ടും ഫ്യൂൽ ടാങ്കിലുള്ള പെട്രോൾ കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്യുക. അതിൽ പിന്നെ ഒന്നും ഒഴിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഡ്രെയിൻ ചെയ്യുക. ഫ്യൂൽ ഇഞ്ചക്ടറാണ്, കംപ്ലീറ്റ് അങ്ങ് ഒഴിവാക്കി കളയാം. അതിൽ പെട്രോളേ വേണ്ട, നോസിലെ പെട്രോൾ കംപ്ലീറ്റ് ഒഴിവാക്കി കളയാം. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ഒഴിവാക്കി ഇടുക, നെഗറ്റീവ് കണക്ഷൻ ഒഴിവാക്കി ഇടുക. പിന്നെ അതിലൊരു ചാർജിങ്ങിൽ 25 ആംപിയറിന്റെ ഒരു ഫ്യൂസ് ഉണ്ടാവും, ആ ഫ്യൂസ് ഊരിയിടുക. പിന്നെ ഒരു 5 മില്ലി ഓയിൽ പ്ലഗ് അയക്കുക. ഒരു 5 മില്ലി ഓയിൽ ആ പ്ലഗിന്റെ ഉള്ളോട് ഒഴിച്ചിട്ട് ജസ്റ്റ് കിക്ക് ചെയ്ത് കിട്ടുക, പ്ലഗ് ക്ലോസ് ചെയ്യുക. പിന്നെ സൈലൻസറിന്റെ മൗത്ത് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിട്ട് കെട്ടിയിടുക. ഇതാണ് മെയിനായിട്ട് നിർത്തി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട്. ഈ ഒരു കാര്യം ഫോളോ ചെയ്ത് അതിൽ J-Series പറഞ്ഞ വണ്ടി, ഇപ്പൊ പുതിയ മോഡൽ വണ്ടി, നിങ്ങൾ ക്യാഷ് കയ്യിൽ നിന്നും അധികം പോവാതെ നിങ്ങൾക്ക് വണ്ടി കൊണ്ടെടുക്കാൻ പറ്റും. പിന്നെ 30,000 കിലോമീറ്റർ ആണ് വണ്ടി വാറണ്ടി പറയുന്നത് എന്നുള്ള ആദ്യം ആലോചിക്കുക. 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ. അപ്പൊ ഈ 30,000 കിലോമീറ്റർ മാത്രമേ വണ്ടിക്ക് വാറണ്ടി കിട്ടുള്ളൂ. എക്സ്റ്റെൻഡ് ചെയ്യാണ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും. അപ്പം കിലോമീറ്റർ ഓടുന്നതിനനുസരിച്ചാണ് നമ്മൾ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ 3 വർഷം വാറണ്ടി കിട്ടും എന്ന് വിചാരിച്ച് നിർത്തിയിട്ട് കറക്റ്റ് സർവീസ് ഒന്നും ചെയ്യാതെ കൊണ്ടുപോയിട്ടുള്ള വാറണ്ടി കിട്ടില്ല. പിന്നെ വെറുതെ ബുദ്ധിമുട്ടാണ്. മിക്കവാറും സർവീസ് പാർട്സിനൊന്നും വാറണ്ടി കിട്ടില്ല. അത് നമ്മൾ അശ്രദ്ധ കൊണ്ട് വരുന്ന ഒരു കാര്യങ്ങൾക്കും വാറണ്ടി ക്ലെയിം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് പുതിയ മോഡൽ വണ്ടികൾ ഒരു പ്രശ്നവും ഇല്ലാതെ വണ്ടി കൊണ്ടുകൊടുക്കാൻ പറ്റും. പ്രത്യേകം ഞാൻ പറയുന്നു, വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങൾക്ക് ആ വണ്ടി വല്ല തലവേദന ഇല്ലാത്ത രീതിയിൽ കൊണ്ടുനടക്കാനും കീശക്കാരി ചോരാതെ വണ്ടി കൊണ്ടുനടക്കാനൊക്കെ പറ്റുട്ടോ. അപ്പം ഇത്ര വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തു തരാം. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.